പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ അവശേഷിക്കെ പാലക്കാട് ജില്ലയിൽ LDF, UDF മുന്നണികൾ ഒരുപോലെ വിജയപ്രതീക്ഷയിൽ. എന്നാൽ പാലക്കാട് നഗരസഭയിലും ജില്ലയിലെ 6 പഞ്ചായത്തുകളിലും ഭരണം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. എക്കാലവും ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകിയിരുന്ന പാലക്കാട്ട് കഴിഞ്ഞ തവണയാണ് ഇടതുകോട്ടകൾ പോലും പിടിച്ചെടുത്ത് UDF മികച്ച വിജയം നേടിയത്. CPIMലെ വിഭാഗീയത ആയിരുന്നു LDFന് തിരിച്ചടി നൽകിയ ഘടകം. എന്നാൽ ഇത്തവണ ഒറ്റപ്പാലത്തൊഴികെ വേറെവിടെയും വിഭാഗീയ പ്രശ്നങ്ങളില്ലെന്നതിനാൽ തങ്ങളുടെ പ്രതാപകാലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മികച്ച വിജയം നേടാനാകുമെന്ന് UDFും കണക്കുകൂട്ടുന്നു. 88 പഞ്ചായത്തുകൾക്കും 13 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പുറമെ പുതിയതായി രൂപീകരിച്ച 3 നഗരസഭകൾ ഉൾപ്പെടെ 8 നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് മത്സരം. കഴിഞ്ഞ തവണ 91 ഗ്രാമപഞ്ചായത്തുകളാണ് പാലക്കാടുണ്ടായിരുന്നത്. പട്ടാമ്പിയും ചെർപ്പളശ്ശേരിയും മണ്ണാർക്കാടും നഗരസഭകളായതോടെയാണ് പഞ്ചായത്തിന്റെ എണ്ണം 88 ആയത്. 2005-ൽ 20 ഗ്രാമപഞ്ചായത്തിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും മാത്രം വിജയിച്ച UDF 2010-ൽ അത് 44-ഉം 4-ഉമായി ഉയർത്തി. ഈ നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. പാലക്കാട് നഗരസഭയിലാണ് BJPയുടെ പ്രധാന പ്രതീക്ഷ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. ഇതിനു പുറമെ 6 പഞ്ചായത്തുകളിലും പ്രധാന നേട്ടം കൈവരിക്കാനാകുമെന്ന് ഇവർ കരുതുന്നു. ഒറ്റപ്പാലത്ത് CPIM വിമതർ ഇത്തവണയും ശക്തമായ പോരാട്ടത്തിനുണ്ട്. കോട്ടപ്പാടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് വിമതരും മത്സരിക്കുന്നു. വടകരപ്പതിയിൽ ജലസേചന പ്രശ്നമുയർത്തി RBC സമരസമിതിയും അങ്കത്തട്ടിലുണ്ട്. മുൻ MLA-മാരായ TK നൌഷാദ്, M നാരായണൻ, AV ഗോപിനാഥ്, CPIMലേക്ക് തിരികെ എത്തിയ മുൻ MP S ശിവരാമൻ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്.